എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. admission.keralauniversity.ac.in/FIUGP 2024/index.php എന്നുള്ള ഈ ഒരു പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് മറന്നുപോയാൽ ഫോർഗോട്ട് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ +2 രജിസ്റ്റർ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും നൽകി കഴിഞ്ഞാൽ ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ അറിയാനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നോക്കിയാൽ അതിൽ ആപ്ലിക്കേഷൻ നമ്പർ നൽകിയിട്ടുണ്ടാകും. അത് നോക്കിയിട്ട് ടൈപ്പ് ചെയ്താൽ മതിയാകും. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണോ? ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ, നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ശേഷമുള്ള 2-3 അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കില്ല. പിന്നീട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ഓപ്ഷനുകൾ വെച്ചുകൊണ്ട് ആ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ടുള്ള അവസരം നൽകുന്നതായിരിക്കും. അതുപോലെ വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എങ്ങനെ അറിയാം എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അറിയാനായിട്ട് ഇവിടെ ജൂൺ 13, അതായത് വാട്സ് ന്യൂ എന്നുള്ള ഭാഗത്ത് ജൂൺ 13 ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓഫ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നൽകിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കോഴ്സിലേക്കാണോ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ഏതൊക്കെ കോഴ്സുകളാണ് ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്, അത് ഓരോ പ്രാവശ്യം നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു കോഴ്സിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച, അതായത് ഏത് കോളേജിലാണോ ആ ഒരു കോഴ്സ് ഉള്ളത് എന്നുള്ളതും, അതുപോലെ ആ ഒരു കോളേജിൽ ഏതൊക്കെ കാറ്റഗറി ഉള്ളവർക്ക് എത്ര ലാസ്റ്റ് റാങ്ക് ഉള്ളവർക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതും എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് വേറൊരു കോഴ്സ് സെലക്ട് ചെയ്യുകയാണ്. അതായത് BA മലയാളം കോഴ്സാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഗെറ്റ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്കിപ്പോൾ എവിടെയൊക്കെയാണ് BA മലയാളം കോഴ്സ് ഉള്ളത്, ആ ഒരു കോഴ്സുള്ള ആ ഒരു കോളേജിൻ്റെ ലിസ്റ്റും, അതുപോലെ തന്നെ ആ ഒരു കോളേജിൽ ജനറൽ കാറ്റഗറി EWA, മുസ്ലിം, LC, OBX, അതുപോലെ OBH, SC, ST, EWS, അതുപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് എന്നിങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നൽകിയത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യത ഉള്ളത് എന്നുള്ളത് ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് അടുത്തത് കിട്ടുമോ എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്തതായിട്ടുള്ളത്, വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ആ ഒരു ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ സാധിക്കും. അതേസമയം നിങ്ങൾക്ക് അതിലില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ ഷെഡ്യൂൾ ഫോർ FIUGP അഡ്മിഷൻ 2024 എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂളാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 17-ാം തീയതി വരെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് 18-ാം തീയതിയും, അതിനുശേഷമാണ് ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി കിട്ടുന്നവർക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനും, അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക്, അതായത് ഇതുവരെ 1-2 അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നതും ആ ഒരു സമയത്തായിരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് കിട്ടുക. അതിനുശേഷം വിദ്യാർത്ഥികൾ 22-ാം തീയതി വരെ, അതായത് 19-ാം തീയതി തൊട്ട് 22-ാം തീയതി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ എത്ര രൂപയാണ് ഫീസ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, CBSE, ICSE എന്നിവയിൽ പഠിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ, SC ST വിഭാഗക്കാർ ആണെങ്കിൽ 930, മറ്റു കാറ്റഗറി ഉള്ളവരാണെങ്കിൽ 1850 രൂപയുമാണ് ഫീസ് വരിക. അതേസമയം നിങ്ങൾ NIOS അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലെ ബോർഡുകളിലോ പഠിച്ചവരാണെങ്കിൽ, നിങ്ങൾ SC ST വിഭാഗത്തിലുള്ളവരാണെങ്കിൽ 720 രൂപയാണ് വരിക. മറ്റു കാറ്റഗറിക്ക് 1640 രൂപയുമാണ് ഈ ഒരു മാൻഡറ്ററി ഫീസായിട്ട് നിങ്ങൾക്ക് വരിക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ ഫീസ്, അതായത് മാൻഡറ്ററി ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ട ആ ഒരു ഫീസ് അടയ്ക്കുക. അടച്ച ശേഷം ആ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്കായിട്ട് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടേണ്ടതില്ല എന്നാണെങ്കിൽ അത് റിമൂവ് ചെയ്ത് നൽകാവുന്നതാണ്. അതായത് ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയും അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പുതുതായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ്, അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ പോയിട്ട്, അതായത് പുതുതായിട്ട് കിട്ടുന്ന കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും.
കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ജൂൺ 15 ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ്. അങ്ങനെ അടച്ച ശേഷം നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ സക്സസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള റെസിപ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്തിട്ട് സൂക്ഷിക്കണം. അത് അഡ്മിഷൻ ടൈമിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് സർവ്വശാല ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടും. അതുപോലെ തന്നെ അവരെ തുടർന്ന് വരുന്ന 2ഉം 3ഉം അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നത് അല്ല. നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് ആവശ്യമെങ്കിൽ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ലഭിച്ച സീറ്റ് തൃപ്തരല്ല, അതായത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ തൃപ്തരല്ല, ഹയർ ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ നിങ്ങൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കുകയും, അതായത് സർവകലാശാല ഫീസ് അടച്ച് നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷന് പോകേണ്ടതില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻ ജൂൺ 15 മുമ്പായിട്ട് നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു സീറ്റ് ഫീ പേയ്മെൻറ്റ് ചെയ്ത് ഉറപ്പുവരുത്തിയ ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ട്രാൻസാക്ഷൻ സക്സസ് എന്നുള്ള ആ റെസിപ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം മാത്രം നിങ്ങൾ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷന് മുകളിലുള്ളവയാണ് ഹയർ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷനുകൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഫീ പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, റെസിപ്റ്റും ഡൗൺലോഡ് ചെയ്തു, നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് അല്ല, ഹയർ ഓപ്ഷൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിലവിൽ ലഭിച്ച ഓപ്ഷൻ റദ്ദാക്കുകയും പിന്നീട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അബാർ ID നിർബന്ധമായിട്ടും ഉണ്ടാക്കേണ്ടതാണ്. അത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു www.abc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങൾക്ക് അബാർ ID ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ആ ഒരു അബാർ ID ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാൻ ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പരിഗണിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫീ പേയ്മെൻറ്റ് ചെയ്ത് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം അതിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതുമാണ് ചെയ്യേണ്ടത്. അലോട്ട്മെൻറ്റ് ലഭിച്ച് ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന 2-3 അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കില്ല. പിന്നീട് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.